വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ സുഖമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഹെൽത്തി ആണെന്നും അതുപോലെ തന്നെ സേഫ് ആണെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. അതായത് അമ്മണിക്കൊഴുക്കട്ട. അമ്മണിക്കൊഴുക്കട്ട എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള വെർഷനാണ്. അതിന് നമ്മൾ കാരക്കൊഴുക്കട്ട എന്ന് പറയാം. എരിവുള്ള ഒരു വിഭവം. അപ്പോൾ ഇത് നമുക്ക് സ്നാക്കായിട്ട്, അതായത് 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുമ്പോൾ നമ്മൾ സാധാരണ സ്പൈസി വെർഷൻ അല്ല ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ടിഫിൻ ബോക്സിൽ കൊടുത്തിടാൻ പറ്റുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഗണേശ ചതുർത്ഥിക്കാണ് ആക്ച്വലി നമ്മൾ പ്രസാദമായിട്ട് ഉണ്ടാക്കാറുണ്ട്. അത് മാത്രമല്ല കേട്ടോ, പ്രസാദമായിട്ട് ഉണ്ടാക്കാം. അത് മാത്രമല്ല നമുക്ക് റെഗുലർ ആയിട്ടുള്ള ബേസിസിലും കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള അമ്മണിക്കൊഴുക്കട്ട തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അമ്മണിക്കൊഴുക്കട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. അതായത് സ്പൈസി ആയിട്ടുള്ള അമ്മണിക്കൊഴുക്കട്ടയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് നമുക്ക് 1/2 ഗ്ലാസ്, ഞാൻ ചെറിയൊരു അളവിലാണ് ചെയ്യാൻ പോകുന്നത്, 1/2 ഗ്ലാസ് അപ്പത്തിൻ്റെയോ പാലപ്പത്തിൻ്റെയോ നൈസായിട്ടുള്ള പൊടിയില്ലേ, വറുത്തിട്ടുള്ള പൊടിയാണ് നമുക്ക് വേണ്ടത്. വളരെ നൈസായിട്ടുള്ള പൊടി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ 1/2 ഗ്ലാസ് ഞാൻ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ മാവിലോട്ട് നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ വെള്ളത്തിൽ ഉപ്പ് ചേർത്താലും മതിയാവും കേട്ടോ. ഞാനിപ്പോൾ മാവിലോട്ടാണ് ഡയറക്റ്റായിട്ട് ഉപ്പ് ചേർക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്. അത് ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അത് ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുന്നു മാത്രം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് തേങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കാരക്കൊഴുക്കട്ട ആയതുകൊണ്ട്. അതേസമയം ഇപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടി താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. പിന്നെ കാണാനും നല്ല ഭംഗി ഉണ്ടാവും ഇത് ഉരുട്ടി വരുമ്പോൾ. അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങോട്ട് ചേർത്ത് അങ്ങ് മിക്സ് ചെയ്യാം. പിന്നെ ഒഴിച്ചു കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ ഓയിൽ, ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല ചൂട് വെള്ളം. അപ്പുറത്തെ അടുപ്പിൽ നല്ല വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1/2 ഗ്ലാസ് അരിപ്പൊടിക്ക് എത്ര വെള്ളമാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഒരു ഗ്ലാസ്സിലോട്ട് നമുക്ക് ആദ്യം തന്നെ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കറക്റ്റ് അളവ് അറിയാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് കംപ്ലീറ്റ് ഞാൻ വെള്ളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ഗ്ലാസും കൂടെ ഒഴിച്ച് കൊടുക്കാം. അതായത് 3/4 ഗ്ലാസ് വെള്ളമാണ് എനിക്ക് എൻ്റെ പൊടിക്ക് വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ മുളക് പൊടി ചേർക്കണ്ട. അപ്പോൾ ഇനി നമുക്കിതങ്ങ് അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതങ്ങ് ചെറിയ ഉരുളകളാക്കി അങ്ങ് ഉരുട്ടിയെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ മാവ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഒരു പൊടി തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, മൊത്തത്തിൽ ഉഴുന്നായാലും കുഴപ്പമില്ല, സ്പ്ലിറ്റ് ആയാലും കുഴപ്പമില്ല, 1/2 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങളുടെ അടുത്ത് ഇഡ്ഡലി പൊടി ഉണ്ടല്ലോ, മിളകായി പൊടി ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ചാൽ മതി. വേറെ ഈ സ്പെഷ്യൽ ആയിട്ടുള്ള പൊടി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പരിപ്പാണ്. കടലപ്പരിപ്പ് 1 ടേബിൾ സ്പൂൺ. നിങ്ങളുടെ അടുത്ത് വെള്ള എള്ള് ഉണ്ടെന്നുണ്ടെങ്കിൽ, സെസമി സീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പം എൻ്റെ അടുത്ത് സെസമി സീഡ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ചേർക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ഒരു 3 വറ്റൽമുളകാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നല്ലൊരു വാസന വരുന്ന വരെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ പരിപ്പും മുളകൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടിട്ട് നല്ല വാസന വരുന്നുണ്ട്. നമുക്കിത് തണുത്തതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ പൊടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ മാവിൻ്റെ ഒരുപാട് ചൂടുള്ളതൊന്നും പോയിട്ടുണ്ടാകും. അത് നമുക്ക് നൈസായിട്ട് അങ്ങ് ഉരുട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. ആറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചൂടാറിയിട്ടല്ല, നല്ല ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ചൂടായിട്ടുണ്ട്. നമുക്കൊരു ഇഡ്ഡലി തട്ട് ഉണ്ടെങ്കിൽ ഇഡ്ഡലി തട്ട് എടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റീമറിൻ്റെ മൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇഡ്ഡലി തട്ട് ഉണ്ടെങ്കിൽ അതിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ഹോളുള്ള ഒരു സ്റ്റീമറിൻ്റെ മൂടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ചെറിയ ഉരുളകളാക്കി ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുട്ടിയതിന് ശേഷം ഈ കൊഴുക്കട്ട അതിലേക്ക് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ഇതേപോലെ കുഞ്ഞു ഉരുളകളാക്കിയിട്ട് അങ്ങ് ഉരുട്ടി അങ്ങ് വെച്ച് കൊടുക്കാം. ചെറിയ ഉരുളകളാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കഴിക്കാൻ അത്ര ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ കുഞ്ഞു ഉരുളകളാക്കി അങ്ങ് ഉരുട്ടി അതിൽ വെച്ച് കൊടുക്കാം. അപ്പുറത്തെ അടുപ്പിൽ വെള്ളം ചൂടായിക്കോട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ ഉരുളകളൊക്കെ ഉരുട്ടി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുക. എല്ലാവരും കൂടിയിട്ട് ഒന്ന് ഒത്തുപിടിച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്കങ്ങ് ഉരുളകളങ്ങ് ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ കയ്യിൽ അഥവാ ഇത് ഒട്ടാൻ ചാൻസ് കുറവാണ്. കാരണം നമ്മൾ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവാണ്. അഥവാ എന്നാലും ഒട്ടും തോന്നുകയാണെങ്കിൽ അല്പം വെള്ളം നനച്ചാൽ മതി കയ്യിൽ. അല്ലെങ്കിൽ ജസ്റ്റ് ഇച്ചിരി എണ്ണ ഒന്ന്
പുരട്ടിയാലും മതി. പക്ഷേ എനിക്കിപ്പോൾ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവായതുകൊണ്ട് വെള്ളത്തിൻ്റെയോ എണ്ണയുടെ ഒരു ആവശ്യമില്ല. അപ്പോൾ ഈ തട്ടിൽ ഞാനൊരു അല്പം എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടി പിടിക്കാതിരിക്കാനാണ് നമ്മൾ തട്ടിൽ എണ്ണ തടവുന്നത്. ഇഡ്ഡലി ചെമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഇതേപോലെ തന്നെ ഒരു തട്ടില്ലേ, ഹോളുള്ള തട്ട്, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലി വെക്കുന്ന ആ കുഴിയിൽ വെച്ച് കൊടുത്താലും മതി. ഒരു 3-4 തട്ടിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റും. സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ സ്റ്റീം ചെയ്യുമ്പോൾ എല്ലാം കൂടി അങ്ങ് ഒട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞാനിവിടെ എല്ലാം ചെറുതായിട്ട് അങ്ങ് ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിലോട്ടങ്ങ് വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ 8 മിനിറ്റാണ് എൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി സ്റ്റീം വരുന്ന സമയത്ത് മാത്രം ഇത് വെച്ച് കൊടുക്കുക. അതിനുശേഷം 8 മിനിറ്റ് കേട്ടോ. അപ്പോൾ കൂടുതൽ നേരം ഇത് സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഈ ഉണ്ടകൾ ഹാർഡാവും, ഭയങ്കര കട്ടിയായിട്ട് വരും. അതുകൊണ്ട് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഇതാണ് ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് 8 മിനിറ്റാണ് എൻ്റെ ഒരു കണക്ക്. 8 മുതൽ 10 മിനിറ്റ് വരെ ഒരു സംഭവം നന്നായിട്ട് കുക്കായി കിട്ടും, സ്റ്റീമായി കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു 8 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കോഴിക്കോട്ടെ 8 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓഫ് ചെയ്യാണേ. ഒരെണ്ണം എടുത്ത് ഞാൻ മുറിച്ച് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്, ഹാർഡാവാൻ പാടില്ല. വേറെ പ്ലേറ്റിലോട്ട് മാറ്റുകയാണിത്. അതിനുശേഷം നമുക്ക് ഇനി ഇതെല്ലാം സീസൺ ചെയ്യണം കേട്ടോ. അപ്പോൾ സീസൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലെണ്ണ അല്ലെങ്കിൽ ഏത് എണ്ണയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു അല്പം ഉഴുന്നുപരിപ്പ് ഓപ്ഷനിലാണ് കേട്ടോ. കറിവേപ്പില, അത് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന കൊഴുക്കട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അല്പം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഒരല്പം മാത്രം മതി, ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ കയ്പ്പ് രസം വരും. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ സ്പൈസിൻ്റെ മിക്സില്ലേ, അത് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പ്, എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, അതിന് മേലെ കൂടെ 1-1.5 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല, ചേർത്ത് കൊടുക്കാം. അതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയുള്ള പരിപാടി. ഈസി പീസി ആണ് നമ്മുടെ കാരക്കൊഴുക്കട്ടെ. കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴിൽ സ്പൈസ് എന്നാണ് അർത്ഥം, എരിവ് എന്നാണ് അർത്ഥം. അപ്പം സ്പൈസി ആയിട്ടുള്ള കൊഴുക്കട്ടയാണത്. ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ മാറ്റം വരുത്താൻ മറക്കരുത്. അപ്പോൾ ചൂടോടുകൂടി കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഗണപതി ഭഗവാന്റെ ഒരു പ്രസാദമായിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ ഉണ്ടാക്കാറ്. അല്ലെങ്കിലും കഴിക്കാം, ഉച്ചയ്ക്കോ മീൻസ് നല്ല സ്നാക്കായിട്ട്, അതായത് 4 മണിക്കൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു വിഭവം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഞാൻ തീ ഓഫ് ചെയ്യാണ് കേട്ടോ. ടേസ്റ്റ് ഒന്നും നോക്കുന്നില്ല, ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്കറിയാം. നല്ലൊരു വാസനയാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ നമുക്കൊരു സെർവിങ് ബോളിലോട്ട് മാറ്റിയതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കാറി കൊഴുക്കട്ടെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.